നമുക്ക് eigen values and eigen vectors നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു ക്യുസാറ്റ് PYQ ഇടുന്നുണ്ടെന്ന്. ഞാൻ ഉടനെ ഇടുന്നതാണ്. eigen values and eigen vectors. Question number 1. One 0 minus 1 1 2 1 2 2 3. Characteristic equation is determinant a minus lambda I is equal to 0. നമുക്കറിയാം 1 minus lambda 2 minus lambda 3 minus lambda. അത് ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ ഒരു എളുപ്പവഴിയുണ്ട്. ലാംഡ ക്യൂബ് മൈനസ് d1 ലാംഡ സ്ക്വയർ d2 ലാംഡ മൈനസ് d3 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ d1 എന്ന് പറയുന്നത് സം ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ് 1 + 2 + 3. ഓക്കെ. d2 എന്ന് പറയുന്നത് ഈ ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ മൈനറിൻ്റെ സം. 1ൻ്റെ മൈനർ എന്താ? ഈ റോ ഈ കോളം ഡിലീറ്റ് ചെയ്താൽ 6 - 2 4. മൈനർ ഓഫ് 2 ഡിലീറ്റിംഗ് സെക്കൻഡ് റോ സെക്കൻഡ് കോളം 1 × 3 - 2 × -1 3 - -3 6 3 2. Two into 3 6 6 - 2 4 1 0 - 1 1 2 1 2 2 3. ഇനി 2ൻ്റെ മൈനർ സെക്കൻഡ് റോ സെക്കൻഡ് കോളം 3 - -2 സോറി 5. Minor of 3 2 - 0 that is 11. d3 determinant a. Okay. 1 × 6 - 2 4 -0 0 into any number 0 -1 × 2 - 4 4 - -2 6. So equation is lambda cube minus the 6. അവിടെ -6 ആണ്. മൈനസിന് മൈനസ് പ്ലസ് +11 ലാംഡ -6 ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ d1ന് ലാംഡയ്ക്ക് വാല്യൂ നമുക്കൊന്ന് നോക്കാം. ലാംഡ നമുക്ക് ചെറിയ നമ്പർ കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ 6 അല്ലേ, +or -1 അല്ലെങ്കിൽ +or -2 ഈവൻ നമ്പർ കൊടുക്കാം, അല്ലെ +or -3 അങ്ങനെ നോക്കാം. 1 ക്യൂബ് -6 +11 -6 12 - 12 0 കിട്ടും. നമുക്കിങ്ങനെ ഡിവിഷൻ ഇങ്ങനെ ഈസി വേയിൽ ചെയ്യാം. ലാംഡ ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതുക. അടുത്തത് ലാംഡ സ്ക്വയർ. ലാംഡ ഇല്ലെങ്കിൽ ഇവിടെ 0 കൊടുക്കണം. പിന്നെ കോൺസ്റ്റൻറ്റ്. നമ്മൾ ഏത് നമ്പർ കൊടുത്തപ്പോഴും നമുക്ക് 0 കിട്ടിയത് 1. അതിവിടെ അതേ സൈനോടുകൂടി എഴുതണം. 0 കൊടുക്കുക. 1 + 0 1 1 × 1 1 -5 1 × -5 -5 +6 റിമൈൻഡർ 0 വരും. ഇവിടെ നമ്മൾ തുടങ്ങേണ്ടത് 1 × ലാംഡ സ്ക്വയർ -5 ലാംഡ +6 ഈസ് ഈക്വൽ ടു 0. സം -5 കിട്ടണം, പ്രോഡക്റ്റ് 6 കിട്ടണം. -2 -3. ലാംഡയ്ക്ക് ഏതൊക്കെ വാല്യൂ കിട്ടും? 2, 3. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. eigen വാല്യൂസ് ഏതൊക്കെയാണ്? 1 2 3 1 2 3. ഇനി ലാംഡ ഈസ് ഈക്വൽ ടു 1. നമുക്കിവിടെ അതൊന്ന് എഴുതി വയ്ക്കാം. 1 - ലാംഡ 0 - 1 1 2 - ലാംഡ 1 2 2 3 - ലാംഡ. eigen വാല്യൂ ലാംഡ ഈസ് ഈക്വൽ ടു 1 എന്താ? a മൈനസ് ലാംഡ I എന്നുവെച്ചാൽ 1 × I × x ഈസ് ഈക്വൽ ടു 0. നമുക്കിത് നോക്കിക്കൊടുക്കാൻ എളുപ്പമുണ്ട്. മെട്രിക്സ് ലാംഡ 1 കൊടുത്ത 1 - 1 0 0 -1 1 1 1 2 2 2
നമ്മൾ ഇതിൽ റാങ്ക് കാണാൻ ഞാൻ കഴിഞ്ഞ വീഡിയോ പഠിപ്പിച്ചിരുന്നല്ലോ. നമുക്ക് ഇതാദ്യം ഇവിടെ 1 ആക്കണം. R1 to R2, R2 to ഇൻ്റർചേഞ്ച് ചെയ്യാം. നമുക്ക് 1 1 1 0 0 -1 2 2 2. ഇനി നമുക്കിത് 0 ആക്കണം. R3 to R3 -2R1 1 1 1 0 0 -1 0 0 0. നമുക്കിവിടെ ലാസ്റ്റ് റോ കംപ്ലീറ്റ് എലിമെൻറ്റ് എന്ത് കിട്ടി? 0 കിട്ടി. നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്താ? 2. സോ റാങ്ക് ഈസ് ഈക്വൽ ടു 2. ഇനി 0x + 0y - z ഈസ് ഈക്വൽ ടു 0. ഇസഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അതിന് ആർബിട്രറി വാല്യൂ എടുക്കാൻ പറ്റത്തില്ല, കാരണം 0 എന്ന് തന്നെ കിട്ടി. 1 × x + y + z ഈസ് ഈക്വൽ ടു 0. z 0 ആയി, x + y 0. x ഈസ് ഈക്വൽ ടു -y. നമുക്ക് y t ആണ് കൊടുക്കുന്നതെങ്കിൽ x എത്ര കിട്ടും? -t. ലാംഡ ഈസ് ഈക്വൽ ടു 1. കറസ്പോണ്ടിങ് ടു ഏഗൻ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ 1 എന്ത് കിട്ടും? x - t y t z 0. നമുക്ക് ടിക്ക് 1 കൊടുക്കാം. വേറെ നമ്പർ കൊടുത്തെഴുതാണെങ്കിൽ -1 1 0. ഇനി നമുക്ക് അതേപോലെ 2ഉം 3ഉം കാണാം. നമുക്കത് എഴുതി വയ്ക്കാം അവിടെ. അല്ലെങ്കിൽ നമുക്ക് 1 - λ 0 - 1 1 2 - λ 1 2 2 3 - λ. ഇനി നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു 1ൻ്റെ ഏഗൻ വെക്റ്റർ കിട്ടി. ലാംഡ 2. 1 - 2 - 1 0 - 1 1 0 1 2 2 1 x y z. ഇവിടെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ R1 to -1 ചെയ്യാം, ചെയ്താലും മതി. R1 × -1 നോൺ സീറോ നമ്പർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1 0 1 1 0 1 2 2 1. നമുക്ക് R2 to R2 - R1 R3 to 2 - 2 R3 - 2R1. ഇവിടെ എങ്ങനെ മാറും? 1 0 1 0 0 0 0 2 -1 x y z 0. Interchanging R2 and R3. 1 0 1 0 2 -1 0 0 0. ഇവിടെ റാങ്ക് എത്രയാണ്? 2. y - z 0 x + z 0. നമുക്ക് 1 വേരിയബിൾ ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാം. z നമുക്ക് -t ആണ് കൊടുക്കുന്നതെങ്കിൽ x എന്ത് കിട്ടും? t. y z/2 -t/2. ഇവിടെ ഇപ്പം നമുക്ക് ടിക്ക് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നമ്പറായിട്ട് കിട്ടും. x ഈസ് ഈക്വൽ ടു 2 y ഈസ് ഈക്വൽ ടു -1 z ഈസ് ഈക്വൽ ടു -2. ഈ എക്സിന് ടിക്ക് നമ്മൾ -2 ആണ് കൊടുക്കുന്നതെങ്കിൽ y +1 x -2 z +2. നമുക്ക് ലാംഡ 3. ഡയഗണലൈസേഷനിലും നമുക്ക് ഇത് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇത് ഞാനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ലാംഡ ഈസ് ഈക്വൽ ടു 3. 1 - 3 -2 0 -1 1 2 -3 -1 1 2 2 0 x y z.
R1 to R2. 1 minus 1 1 minus 2 0 minus 1 2 2 0 x y z. ഇത് രണ്ടും 0 ആക്കാം. R2 to R2 plus 2 R1 minus 2 plus 2. R3 to R3 minus 2 R1. One minus 1 1 minus 2 plus 2 0 0 plus minus 2 minus 1 plus 2 1 2 minus 2 0 2 minus minus 2 4 0 minus 2. X y z. നമുക്കിത് 0 ആക്കാം. R3 to R3 plus 2 R2 4 plus minus 4 1 minus 1 1 0 minus 2 1 0 0 0. മൈനസ് 2 ഇവിടെ റാങ്ക് എത്രയാണ്? 2. മൈനസ് 2y പ്ലസ് z 0 x മൈനസ് y പ്ലസ് z 0. നമുക്കിവിടെ z 2t ആയിട്ട് കൊടുക്കാം. കാരണം ഇവിടെ മൈനസ് 2y ഫ്രാക്ഷൻ മാറി കിട്ടും. മൈനസ് 2y ഈസ് ഈക്വൽ ടു മൈനസ് 2t. സോ y ഈസ് ഈക്വൽ ടു മൈനസ് 2t ബൈ മൈനസ് 2t. yt x മൈനസ് t z 2t. എത്ര കിട്ടും? x ഈസ് ഈക്വൽ ടു മൈനസ് t. നമുക്ക് ടിക്ക് 1 എന്നൊരു നമ്പർ കൊടുത്താൽ ലാംഡ ഈസ് ഈക്വൽ ടു 3. എൻ്റെ ഐഗൻ വെക്ടർ എന്ത് കിട്ടും? ഞാൻ t1 ആണ് കൊടുക്കുന്നതെങ്കിൽ മൈനസ് 1 1 2. ടിക്ക് പോസിറ്റീവ് 1 മൈനസ് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് പോസിറ്റീവ് 1 വരും, നെഗറ്റീവ് 1 വരും, ഇത് നെഗറ്റീവ് 2 വരും. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ഇതിലും ഐഗൻ വെക്ടേഴ്സ് ആൻഡ് വാല്യൂസും ഒക്കെ ചെയ്താലേ അത് കാണാൻ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, താങ്ക് യു.